ഹായ് ഗായ്സ്, വെൽക്കം ടു വെരാന്തരസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് യദു. അപ്പം നമ്മൾ ഇന്ന് ഓർഡറായിട്ട് നോക്കുന്നതിൻ്റെ നമ്പർ സിസ്റ്റം ആയിരിക്കും. അത് ഇതുവരെ അരിത്തമെറ്റിക് കംപ്ലീറ്റ് ആയി. നമ്മൾ അരിത്തമെറ്റിക് ആവറേജ് ആയിരുന്നു ലാസ്റ്റ് എടുത്ത്, ആവറേജ് 1ഉം 2ഉം. അപ്പോൾ എൻ്റെ വിശ്വാസം നിങ്ങൾ ഡീവിയേഷനും ടോണീസ് മാജിക്കും പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കാരണം എന്താ ഏറ്റവും വീഡിയോയിലും പറയുന്നതെന്ന് അറിയാം. കാരണം ഡീവിയേഷൻ നിങ്ങൾ കുറച്ച് ചെയ്ത് തഴമ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ ചെയ്തിട്ട് ഒരു 1-2 നൊട്ടേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് പെൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിതിൻ 30 സെക്കൻഡ്സിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചില പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ കേസ് ഞാൻ പറഞ്ഞത് ഫ്രഷ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ പിള്ളേരാണെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ബേസിക് സർക്കിൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പോകുന്ന നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് സർക്കിൾ മെറ്റീരിയൽ കംപ്ലീറ്റ് ആണെങ്കിൽ അതിന് ശേഷം വാച്ച് ചെയ്യുക. അതല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കോച്ചിങ് കഴിഞ്ഞ് ഫർദർ നോക്കുന്നതാണെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. കാരണം CGL-ന് 2 മാസം മുമ്പ് നമ്മളിത് കഴിഞ്ഞ് സെക്ഷണൽ മോക്ക് പോകും. അപ്പം ടോപ്പിക് വൈസ് ആയിട്ടൊരു 450 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും വിത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി. അപ്പം അത് ചെയ്ത് സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഫ്രഷേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പ്ലേലിസ്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യന് 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പം നമ്മുടെ സമയം കഴിഞ്ഞു. നിങ്ങളൊരു കുറച്ച് സമയം കൂടെ എടുത്തിട്ട് ചെയ്തിട്ട് പറഞ്ഞു. കാരണം ഈയിടെ നമ്മുടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, എഴുതി കഴിഞ്ഞിട്ട് പറയണം. നമുക്ക് മാക്സിമം 45 മിനിറ്റ്സ് ഉള്ളൂ. അപ്പം നിങ്ങളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യില്ല, നിങ്ങൾ ഫർദർ ലാസ്റ്റ് ഡൗട്ട് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സെക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 30 സെക്കൻഡ്സിൽ ഞാൻ കുറച്ച് മറ്റേ പെന്നൊക്കെ എടുത്ത് എഴുതുമ്പോൾ സമയം വരും. അത് കഴിഞ്ഞൊരു 10 സെക്കൻഡ്സും കൂടെ ഏകദേശം ഒരു 3/4% ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്പീഡ് മോക്ക് സീരീസിൽ നമ്മൾ ബേസിക് വീഡിയോ അല്ല ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടൈം മാനിപ്പുലേറ്റ് ചെയ്തിരിക്കാനാണ് നമ്മൾ ആ ടൈമിൽ ഒപ്പിടുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട, ഓരോ 30 സെക്കൻഡ് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈം ഒപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ്. അപ്പം നോക്കിയേ, എക്സ് എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. നമ്മളിതിലെന്തുവാ ഈ നമ്പർ, അതായത് ഡിവൈഡ് ചെയ്യപ്പെടുന്ന നമ്പറാണ് ഡിവിഡൻറ്റ്. അപ്പോൾ ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അപ്പം ഒരു നമ്പറുണ്ട് XYZ 3 നമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ നമ്പറിനെ 31 ഡിവൈഡ് ചെയ്യാൻ നേരം കോഷ്യൻ്റ് കിട്ടുന്ന അറിയത്തില്ല, Q1 പ്ലസ് ആ ടൈമിൽ കിട്ടുന്ന റിമൈൻഡർ 17. അപ്പം ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു കോഷ്യൻ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. Y എന്ന് പറയുന്ന നമ്പറിനെ ആ ഫോർമാറ്റിൽ എഴുതി ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. കാരണം അതാത് YZ റെസ്പെക്റ്റീവ് ആയിട്ട് വരുന്ന റിമൈൻഡേഴ്സ് 24ഉം 27ഉം ആണെന്ന് പറയുന്നുണ്ട് 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിങ്ങനെ ചെയ്യേണ്ട, ബട്ട് ഞാൻ അതിൻ്റെ ഒരു ബേസ് പറഞ്ഞുതരാം. അപ്പോൾ നോക്കി, നമ്മൾ 4x അല്ലേ നമ്മൾ ചോദിച്ചേക്കുന്നത്, 4x - 2y + 3z 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം 31 Q1 × 4 31 Q1 × 4 -17 + 17 × 4. ഇതിനെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം നോക്കിക്കേ, സെപ്പറേറ്റ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആക്കാൻ നേരം 31 Q1 × 4 /31 + 17 × 4/31. നോക്കിയേ, ഈ 31 വെട്ടിപ്പോകത്തില്ല. അതായത് Q1 × 4 ഒരു കറക്റ്റ് ഡിവിസിബിൾ ആയിപ്പോയി. വെട്ടിപ്പോയതിൻ്റെ അർത്ഥം എന്താ? ഡിവിസിബിൾ ആയിപ്പോയി. അപ്പം ഇതിനെ ഓരോന്നിനെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എന്ത് മാത്രമേ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എഫക്റ്റ് വരത്തുള്ളൂ. റിമൈൻഡർ എന്താണോ, അതായത് ഈ ഓരോ നമ്പേഴ്സിനും വരുന്ന ചേഞ്ച് എന്താണോ അത് റിമൈൻഡറിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഡിവൈസർ കൊണ്ട് ഫൈനലി ഡിവൈഡ് ചെയ്താൽ മതിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ഏതാ? കാരണം ഇവിടെ ചെയ്താൽ റിമൈൻഡർ കിട്ടത്തില്ല, ഇവിടെ മാത്രമേ റിമൈൻഡർ കിട്ടത്തുള്ളൂ. 17 × 4 അതായത് 68/31. ഇതിനൊരു റിമൈൻഡർ കിട്ടുമല്ലോ അല്ലേ? അപ്പം നെറ്റ് എഫക്റ്റിൽ നോക്കുവാണെങ്കിൽ ഈ XYZ എന്ന് പറയുന്നത് ഡിവിഡൻസ് അല്ലെ നമ്പേഴ്സാണ്. അതിന് വരുന്ന ചേഞ്ച് അതുപോലെ റിമൈൻഡേഴ്സിന് ചെയ്തിട്ട് 31 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ നമ്മൾ ഫൈനലി നോക്കിയാൽ മതി എന്നർത്ഥം. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 17 × 4, രണ്ടാമത്തെ നമ്പറിന് വരുന്ന ചേഞ്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 24 പ്ലസ് 3 × അടുത്തതിൻ്റെ റിമൈൻഡർ 27. ഇതിനെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 68 - 48 + 81/31.
31. എന്ത് വരും? 68, 48, 20, 81, 101/31. ഇനി 31നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നവർ എന്ത് വരും? അല്ല ശിഷ്ടം 3 93ആയി. 101 93 റിമൈൻഡർ എത്ര വരും? 103. 1 മൈനസ് 93 8 ആയിരിക്കും. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്പർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്ന ബേസിക്, അതായത് കാൽക്കുലേഷൻ്റെ ബേസിക്കുകളിൽ ഒന്നാണ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തേ? ഇതിനൊരു ഫോർമുലയുണ്ട്, അതായത് 1/3 × 7 പ്ലസ് 1/7 × 4 ഇങ്ങനെ എക്സെട്ര അപ് ടു 1/899 × 903. ഇതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, ഓരോ സീരീസിലും 1/3 × 7 ഡിനോമിനേറ്ററിലെ 2 എലമെൻറ്റ്സ് തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അങ്ങനെയാണ് 1/2 നമ്പർ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് 1/ അടുത്ത 2 നമ്പർ മൾട്ടിപ്ലിക്കേഷൻ. ഇതിങ്ങനെ 3, 7, 11, 15 ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുമാണ്. ആൻഡ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കി, 7 - 3 തന്നെയാണ് 11 - 7, 15 - 11. ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് എത്ര? സെയിം അല്ലേ? അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ വരികയാണെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതാണ് ഈ ഫോർമുല. 1/ കോമൺ ഡിഫറൻസ് 7 - 3 അല്ലേ, 11 - 7 എത്ര? 1/4 ഇൻറ്റു 1/ ഫസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് ഡിനോമിനേറ്റർ, അതായത് ഫസ്റ്റ് ടേം ഇതാണ്, ഇതിൻ്റെ ഫസ്റ്റ് ഡിനോമിനേറ്റർ 3 ആണ്, അപ്പോൾ 1/3 മൈനസ് 1/ ലാസ്റ്റ് ടേമിൻ്റെ ലാസ്റ്റ് ഡിനോമിനേറ്റർ. അപ്പോൾ 1/ ലാസ്റ്റ് ഡിനോമിനേറ്റർ എത്ര? 903. അപ്പോൾ 903 മൈനസ് 3 900/3 ഇൻറ്റു 903. ഇവിടെ 1/4 വരും. അപ്പോൾ 4 കൊണ്ട് 100നെ വെട്ടാൻ നേരം 25, 3 കൊണ്ട് 9നെ വെട്ടാൻ നേരം 3, ഈ 3ഉം 903 കൂടെ വെട്ടാൻ നേരം 301. ഫൈനലി 25/301 വിൽ ബി യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ അത് ചെയ്തോണം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഉണ്ടല്ലോ ഒരു ഫ്രാക്ഷൻ, അതിൻ്റെ ബന്ധം തന്നിട്ടുണ്ട്. x/y ആണ് ഫ്രാക്ഷൻ എന്ന് ഞാൻ എടുത്തു, y ആണ് ഡിനോമിനേറ്റർ, x ആണ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിനേക്കാൾ 3 കൂടുതലായിരിക്കും ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനേക്കാൾ 3 കൂടുതലായിരിക്കും. y + 3 ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ടുള്ള x. ഇനിയും x/y അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? എക്സിന് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y + 3/y എന്ന് എഴുതാം. ഓക്കെ, മഞ്ഞയിലുള്ളത് നോക്കണ്ട, ചുമപ്പിലുള്ളത്. ഇനിയും ഈ ഫ്രാക്ഷൻ്റെ കൂടെ ന്യൂമറേറ്ററിൻ്റെ കൂടെ ഞാൻ 5 ആഡ് ചെയ്തു. അപ്പോൾ y + 3യുടെ കൂടെ 5 ആഡ് ചെയ്തു. അതിൻ്റെ ഡിനോമിനേറ്ററിൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ ഫ്രാക്ഷൻ എന്താ? 8/3. ഇത് സോൾവ് ചെയ്യാൻ നേരം വൈയുടെ വാല്യൂ 8 എന്ന് കിട്ടും. അതായത് ഡിനോമിനേറ്റർ 8 ആണ്, ന്യൂമറേറ്റർ 8 + 3 11 വരും. ആൻഡ് 11/8 ആ ഫ്രാക്ഷനെ 5 ആൻഡ് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ ഫ്രാക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5 ആൻഡ് 1/2 എന്താ? 2 × 5 10 + 1
ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി 2 × 5 10 11/2 വരും. അപ്പോൾ 11/8 11/2 കൊണ്ട് വെട്ടാൻ നേരം ഇതും പോയി 2 മണ്ടേ പോവും. 2/8 1/4 ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എപ്പോഴും HCF LCM അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിലൊന്നാണ്. നോക്കിയാൽ 3 നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ HCF കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എങ്ങനെയാണ് ചെയ്യുന്നത്? 955, 1027, 1075. ഇതിൻ്റെ ഡിഫറൻസ് 72, ഇതിൻ്റെ ഡിഫറൻസ് 48. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് 72ൻ്റെ 48ൻ്റെ 24. അപ്പോൾ എപ്പോഴും 24 ആയിരിക്കും എന്ത്? ഇതിന് ചോദിച്ചേക്കുന്നത് വൺ റിമൈൻഡർ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഫാക്ടർ ഓഫ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താ ഇവിടെ? ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ. അതെന്ന് പറയുന്നത് എൻ്റെ എന്താ? HCF അല്ലേ? അപ്പോൾ ആ HCF വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഫാക്ടർ ഓഫ് എക്സ്, ആ HCFൻ്റെ ഫാക്ടേഴ്സ് ഈ തന്നേക്കുന്ന നമ്പറിൽ ഏതൊക്കെയാണ്? അപ്പോൾ മിനിമം വാല്യൂ ഓഫ് അങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 24 ആണ്. അപ്പോൾ 24ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഇതിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 4 16 മാത്രമേ ഉള്ളൂ. കാരണം 6 കൊണ്ട് പറ്റും, 8 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും. 16 ഇൻറ്റു സംതിങ് നമുക്ക് 24 കിട്ടുമോ? ഇല്ല. അപ്പോൾ തന്നെ കിട്ടുമോ? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് റൂട്ടാണ്. റൂട്ട് ഓക്കെ. അപ്പോൾ നോക്കിക്കേ, ഒരു നമ്പർ, ഈ ഒരു നമ്പർ 72 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? 72 എന്താ? 9 × 8 അല്ലേ? അതായത് 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഈ നമ്പറിനെ, 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം അറ്റ് ദ സെയിം ടൈം. അപ്പോൾ 9 കൊണ്ട് 9ൻ്റെ ഡിവിസിബിലിറ്റി എന്താ? എല്ലാ നമ്പരും ഈ ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു നമ്പറിൻ്റെ വാലറ്റത്തുനിന്ന് യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് 3 സംഖ്യകൾ എടുക്കുക, അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 7 8 y വാലറ്റത്തെ 3 സംഖ്യകളല്ല, അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നേരം 9 തവണ അടങ്ങും 72 ശിഷ്ടം 6 y. അതായത് 6y എന്നുള്ളൊരു നമ്പറുണ്ട്. ആ വൈൻ്റെ സ്ഥാനത്ത് 1 2 3 8 നോക്കി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൈൻ്റെ സ്ഥാനത്ത് 4 വന്നാൽ ഈ നമ്പർ എന്താവും? 64 ആവും. അത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പം ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് y എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ yക്ക് 4 കിട്ടി. ഇനിയും ഈ ഓരോ ഡിജിറ്റിൻ്റെ സമ്മ് എടുക്കുമ്പോൾ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പം 3 8 9 6 3 9 അതിൻ്റെ കൂടെ കൂട്ടി, പിന്നെ 7 8 15 അതിൻ്റെ കൂടെ കൂട്ടി, ഫൈനലി 48 പ്ലസ് എക്സ്. ഈ ഡിജിറ്റ് വൈൻ്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 48 പ്ലസ് എക്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 9 ആവണം. 48ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 9ൻ്റെ അടുത്തുള്ളൊരു മൾട്ടിപ്പിൾ കിട്ടുന്നത്? 48 പ്ലസ് 6 54. 54 അല്ലേ? 48 കഴിഞ്ഞാൽ അടുത്തുള്ള 9ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 54 ആവാൻ എത്ര ആഡ് ചെയ്യണം? 48ൻ്റെ കൂടെ എക്സ് 6 വരണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6, വൈൻ്റെ വാല്യൂ 4. അപ്പോൾ റൂട്ട് ഓഫ് 6x പ്ലസ് 7y എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 6 × 6 പ്ലസ് 7 × 4 കൂട്ടുമ്പോൾ റൂട്ട് 64 കിട്ടും. അതിൻ്റെ റൂട്ട് എത്ര? ഓപ്ഷൻ 4 8. ഓക്കെ, നിങ്ങളടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
ഓക്കെ, അപ്പം എക്സ് പ്ലസ് വൈ ഇസഡ് പ്ലസ് വൈ ബൈ എക്സ് ഇസഡ് പ്ലസ് ഇസഡ് ബൈ എക്സ് വൈ പ്ലസ് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ് വൈ ഇസഡ് കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുവാണ്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ടൊരു 1/xy ഇസഡ് പുറത്തെടുക്കണം. അപ്പം എക്സ് വൈ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം വൈ ഇസഡ് പോയി, ഇതേ ഇൻറ്റു എക്സ് വൈ ഇസഡ് ചെയ്യുമ്പോൾ എന്ത് വരും, വൈ ഇസഡും പോയി എക്സ് സ്ക്വയർ. ഇവിടെ എന്ത് വരും, എക്സ് അതുപോലെ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ. അപ്പോൾ 1/xy ഇസഡ്, അതായത് എക്സ് വൈ ഇസഡ് എൽസിയം എടുത്തു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇവിടെയും മൊത്തത്തിൽ ഒരു എക്സ് വൈ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം വെറുതെ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ തന്നേക്കുന്ന സാധനം. അതുകൊണ്ട് അടിയിലൊരു എക്സ് വൈ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇത് വരും. ആൻഡ് മണ്ടയിൽ എക്സ് വൈ ഇസഡ് കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എക്സും പോയി, വൈ ഇസഡ് പ്ലസ് വൈ പോയിട്ട് എക്സ് ഇസഡ് പ്ലസ് ഇൻറ്റു എക്സ് വൈ ഇസഡ് ചെയ്യുമ്പോൾ എക്സ് വൈ, അതായത് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എക്സ് വൈ ഇസഡ് ഞാൻ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി വൃത്തിക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ സാധനം കത്തും. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെ എഴുതേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് ഓൾജിബ്ര നല്ല വൃത്തിക്ക് ഐഡൻറ്റിറ്റീസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇത് നോക്കും, ഓക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാവും, പൊടിക്ക്. പിന്നെ ഈ ഒരു ഐഡൻറ്റിറ്റി എക്സ് വൈ ഇസഡ് നോക്കാൻ നേരം ഇത് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണെന്ന് അറിയുന്ന മൊമെൻറ്റിൽ 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് കാണുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തി ചെയ്തോണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ ഇസഡ് എക്സ് ഇസഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഷോർട്ട് ഫോമാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും, 2 + √3 പ്ലസ് 2 - √3, √3 പോകും, 2 2 4 പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ 1 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ബൈ, അപ്പോൾ തന്നെ ആൻസർ കിട്ടും. കാരണം 25 എന്ത് ചെയ്താലും ഇനിയിപ്പോൾ ഓപ്ഷനിൽ ഹോൾ നമ്പറാണ് കിടക്കുന്നത് അല്ലേ, ഓപ്ഷനിൽ ഹോൾ നമ്പർ ഒന്നെങ്കിൽ 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 25ന് എന്തായാലും 5 കൊണ്ട് വെൽറ്റ് ചെയ്യാലും 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ചെയ്യുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടൊരു നമ്പർ എങ്കിലും മിനിമം കിട്ടാൻ പാടുള്ളൂ. അത് ഓപ്ഷനിൽ ഒന്ന് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അതെല്ലാം നോക്കി എക്സ് വൈ ഇസഡ് എക്സ് ഇൻറ്റു വൈ എന്താ, a + b ഇൻറ്റു a - b, a സ്ക്വയർ എത്ര 4 - b സ്ക്വയർ, √3 ഇൻറ്റു √3 3, അതായത് 1 വരും. ഇനിയും എക്സ് വൈ കിട്ടിയേ 1 കിട്ടി, ഇസഡ് എത്ര 1, അപ്പോൾ ഇൻറ്റു 1 ചെയ്യാൻ നേരം അടിയിൽ 1 വരും. അപ്പോൾ ഓപ്ഷൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് തന്നെ കിട്ടും, അല്ലാതെ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ആ നമ്പർ 2 ഡിജിറ്റ് നമ്പറാണ്. ആ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് ഞാൻ എക്സ് എന്ന് പറയുന്നത് 10 പ്ലേസിൽ കിടക്കുക. അതിപ്പം 10 എന്നുള്ള നമ്പർ ആണെങ്കിൽ 1 എന്ന് പറയുന്ന ഡിജിറ്റാണ് 10th പ്ലേസിൽ കിടക്കുന്നത്. നമ്മൾ ഒറ്റ 10 100 പോകത്തില്ല. അപ്പം 10 സ്ഥാനത്ത് അല്ലെ 10th ഡിജിറ്റിൽ കിടക്കുന്നത് 1 ആണ്. 1 അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ 10ൽ. അതുപോലെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അതിൻ്റെ എവിടെ കിടക്കുന്ന നമ്പറാണ്. വൈ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റും എക്സ് എന്ന് പറയുന്നത് 10th പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സമ്മെന്ന് പറയുന്നത്, ഡിജിറ്റ്സിൻ്റെ സമ്മെന്ന് പറയുന്നത് 1/7 ഓഫ് ആ ഒറിജിനൽ നമ്പർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ എക്സും വൈയും നമ്മളൊരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 10x + y. എക്സ് എന്ന് പറയുന്നത് 10x + y നമ്മൾ എങ്ങനെയാണ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 10നെ എങ്ങനെ 10x + y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, യൂണിറ്റ് ഡിജിറ്റ് കിടക്കുന്നത് 1 അല്ലേ, അല്ല യൂണിറ്റ് ഡിജിറ്റ് അല്ല, 10th പ്ലേസിൽ കിടക്കുന്നത് 1 ആണ് ഡിജിറ്റ്, വൈത്ത് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് കിടക്കുന്നത് y ആണ്. അപ്പം 10 × 1 + y എത്ര 0 അല്ലേ, 0 ചെയ്യുമ്പോൾ 10 കിട്ടും. ഏതൊരു 2 ഡിജിറ്റ് നമ്പറിനെ 10x + y എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് എക്സ് എന്ന് പറയുന്നത് ഇതുപോലെ 10ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഡിജിറ്റും y എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റും ആയിരിക്കണം. എന്നിട്ട് 10x + y ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ 2 ഡിജിറ്റ് നമ്പർ കിട്ടും. വേണമെങ്കിൽ 22നെ നോക്കിക്കോ, 22ൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ 2, 10th പ്ലേസിൽ 2. അപ്പോൾ 10 × എക്സിൻ്റെ സ്ഥാനത്ത് എത്ര 2, വൈൻ്റെ സ്ഥാനത്ത് 2, എത്ര വരുന്നത്
22 കിട്ടുന്നത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആ നമ്പർ എത്രയാണോ അതിൻ്റെ 1/n ആയിരിക്കും ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നേരം x/y 2/1 എന്ന് കിട്ടി. ആൻഡ് ഈ 2 ഡിജിറ്റ്സിൻ്റെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം എക്സ് 2 യൂണിറ്റ് ആണ്, അല്ലെ 2x ആണെങ്കിൽ y 1x ആയിരിക്കും, അല്ലെ 1 യൂണിറ്റ് ആയിരിക്കും. എക്സ് വൈ തമ്മിലുള്ള ഡിഫറൻസ് റേഷ്യോയിൽ എത്ര? 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഈ 4 എന്ന് പറയുന്ന നമ്പർ. അങ്ങനെയെങ്കിൽ 2 യൂണിറ്റ് അല്ലേ എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2 കറസ്പോണ്ട്സ് ടു 1 എന്ന് പറയുന്നത് 4 ആണ്, 2 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? 8നെ. അപ്പം 8. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8ഉം വൈ എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന 1ആണ്, അത് 4ഉം വരും അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പർ എന്ത് വരും? 10x + y നമ്പർ എന്ത് വരും? 10 × 8 80 + 4 84. ഇനി ഈ നമ്പറിനെ റിവേഴ്സ് ചെയ്തു. അപ്പോൾ ആ നമ്പറിനെ റിവേഴ്സ് ചെയ്യുന്നേരം കിട്ടുന്ന നമ്പർ എത്ര? 48. ഈ 48നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നാണ്. ഓക്കെ, 48നകത്ത് 7 × 6 42. എത്ര തവണ അടങ്ങും? 42ഉം പോയിട്ട് ശിഷ്ടം 6 ആയിരിക്കും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. -8 22. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്, ബട്ട് സെക്കൻഡും തേർഡും മാത്രം സെയിം ആണ്. യൂണിറ്റ് ഡിജിറ്റല്ല, 10th പ്ലേസും യൂണിറ്റ് ഡിജിറ്റും ഡിഫറെൻ്റ് ആണ്. പക്ഷേ 10th പ്ലേസും യൂണിറ്റ് ഡിജിറ്റും സെയിം ആയിട്ടുള്ള 2 നമ്പേഴ്സേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ തൽക്കാലം ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നല്ല, ഈ കേസിൽ കൺഫ്യൂഷൻ വരും, ചെയ്യണം. ബട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് നിങ്ങൾ ഇതും കൂടെ ശ്രദ്ധിച്ച് വെക്കണം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ്റെ ഇത് പറയാം. 100 മുതൽ 400 വരെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതെല്ലാം 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്കുണ്ട്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഇക്വേഷൻ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഒരു സീരീസ്, അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ 100 മുതൽ 400 വരെ എങ്ങനെയാണ്? 104, 104ഉം 13, 117 എക്സെട്ര 400 വരെ 400 തൊട്ട് മുമ്പുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ 390. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പറിൻ്റെയും 13 വെച്ച് കൂട്ടി പോകുന്ന ഒരു സീരീസ്, ഓരോ ഇൻക്രിമെൻറ്റിൻ്റെ അനുസരിച്ച് പോകുന്ന ഒരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീരീസിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. കാരണം എല്ലാ പ്രീവിയസ് ടൈമിൻ്റെയും കൂടെ 13 കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടൈം എന്താ? 100 കഴിഞ്ഞിട്ടുള്ള 100നും 400നും ഇടയ്ക്കെന്നാണ് പറഞ്ഞത്. 100 വരത്തില്ലല്ലോ, 13ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അടുത്ത മൾട്ടിപ്പിൾ 104 ആണ്, 13 × 8. 400ന് തൊട്ട് മുമ്പുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ 390. അപ്പം 104 മുതൽ 390 വരെയുള്ള കുറച്ച് സംഖ്യകളുണ്ടല്ലോ, എത്ര എണ്ണമെന്ന് അറിയത്തില്ല. അപ്പം നമ്പർ ഓഫ് ടേംസ് ഡിവിസിബിൾ ബൈ 13 ബിറ്റ്വീൻ 100 ആൻഡ് 400 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ 2 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആയിരിക്കും. എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോന്നും എത്ര വെച്ച് ആഡ് ചെയ്താൽ പോകുന്നത്? 13 വെച്ച്. അപ്പം 390 മൈനസ് 104 ബൈ 13 പ്ലസ് 1 ചെയ്യുമ്പോൾ 23 കിട്ടും എന്നിൻ്റെ വാല്യൂ. ആൻഡ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടൈം. അതായത് 104 പ്ലസ് 117 പ്ലസ് എക്സെട്ര അപ് ടു 390 എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട, അതിനുള്ള ഷോർട്ട് കട്ടാണ് n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. 23/2 ഇൻറ്റു 104 പ്ലസ് 390, ഇത് 247 ഇൻറ്റു 23 വരും. ചെയ്ത് വരാൻ നേരം കണ്ടോ, 10th പ്ലേസിലും ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിലും 8ഉം 1ഉം കറസ്പോണ്ടിങ്ങിൽ കിട്ടും. അപ്പം ലാസ്റ്റ് 8 1 വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ആൻസർ ചെയ്യാം. ഓപ്ഷൻ നോക്കുക, എല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ, യൂണിറ്റ് ഡിജിറ്റ് എല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. ഇവിടെ അങ്ങനല്ല, 2 1 വരുന്ന കേസുണ്ട് യൂണിറ്റ് പ്ലേസിൽ, 4 വരുന്ന 2 കേസുണ്ട്. അപ്പോൾ ചെയ്തെടുക്കണം. ബട്ട് പാതി ആകുമ്പോൾ നിങ്ങൾക്ക് റിയലൈസ്ഡ് ആവും, അപ്പോൾ ആൻസർ കുത്തിക്കോണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ചെറിയ എററുണ്ട്, മൈനസ് ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലേസ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം നോക്കിയേ, 3 + 2 5/4√2 പ്ലസ് 3 + 2√2 / 3 - 2√2 പ്ലസ് 3 - 2√2 2√2 = a + b√2 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3a + 4b? അപ്പോൾ ഇതിങ്ങനെ തിരുത്തിക്കോണേ. അപ്പോൾ ആദ്യം അറിയേണ്ട ഐഡൻറ്റിറ്റി a + b² - a - b² ചെയ്യാൻ നേരം എന്താ കിട്ടുന്നത്? 4ab ആണല്ലേ. ഓൾജിബ്രയുടെ ബേസിക്, ഓൾജിബ്രയും കൂടെ ഇതിനകത്ത് കണക്റ്റഡ് ആയി വരുന്നുണ്ട്. ബേസിക് ഐഡൻറ്റിറ്റീസിൽ ഒന്ന് 4ab. അപ്പം നോക്കിയേ, ഞാൻ ആദ്യം ഈ √2 അടിയുന്ന ഡിനോമിനേറ്ററിൽ നിന്ന് കളയാനായിട്ട് മണ്ടയിലും താഴെയും ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ √2 × √2 2, 2 × 4 അടിയിൽ 8 വരും, മണ്ടയിൽ 5√2 വരും. പ്ലസ് ഇതിനെ ക്രോസ് ചെയ്യാൻ നേരം 3 + 2√2 × 3 + 2√2 മൈനസ് 3 - 2√2 × 3 - 2√2. അതായത് 3 + 2√2 × 3 + 2√2 എന്ന് പറഞ്ഞാൽ 3 + 2√2² മൈനസ് 3 - 2√2 × 3 - 2√2 3 - 2√2² ബൈ 3 - 2√2 × 3 + 2√2. അപ്പം 3 മണ്ടയിൽ എന്ത് വരും? a + b² - a - b² = 4ab എന്നുള്ള ഫോർമാറ്റിൽ വരും. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം എന്ത് വരും? ന്യൂമറേറ്ററിൽ 3 + 2√2² മൈനസ് 3 - 2√2² എന്ന് വരും. ബൈ അടിയിൽ 3 - 2√2 × 3 + 2√2 a - b × a + b എന്ത് വരും? a² - b². a² എന്ന് വെച്ചാൽ 3² 9 - 2√2 × 2√2 അതായത് 8. 9 - 8 ഡിനോമിനേറ്ററിൽ 1 വരും. ഓക്കെ, അപ്പോൾ 5√2/8 പ്ലസ് ന്യൂമറേറ്ററിൽ ഇത്, ഡിനോമിനേറ്ററിൽ 1. ഇനിയും a + b² - a - b² എന്നുള്ള ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ അതിന് 4ab ഇട്ട് കൊടുക്കുക. a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 3, b എന്ന് പറഞ്ഞാൽ 2√2. അപ്പോൾ 4 × 3 × 2√2 = a + b√2. അപ്പോൾ ഇത് എത്ര വരും? 5√2/8 പ്ലസ് 24√2. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 24 8 എത്ര? 160 192 5 197 √2/8 എന്ന് വരും. അതായത് നോക്കിയേ, ഈക്വൽ ടുവിനപ്പുറം √2ൻ്റെ കൂടെ കിടക്കുന്ന ഏതാ? ബിയാ. √2ഉം കാര്യങ്ങളും ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്ത ഒരു എൻറ്റിറ്റി മാത്രമേ ഉള്ളത് എയാ. ഇവിടെ എ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടോ? √2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തതല്ലാതെ ഒരു നമ്പർ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, അത് 0 അല്ലേ. 0 + 197 √2/8 എന്നല്ല ഇതിനെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ √2ൻ്റെ കൂടെയുള്ള ബി ആണ്. അപ്പം ബിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ത് വരും? 197/8 വരും. ചോദിച്ചേക്കുന്നത് 3a. എ എത്ര? 0. 3 × 0 പ്ലസ് 4 × 197/8. 197 √2 എന്ന് എടുക്കല്, ഇവിടെ √2 ഉണ്ട്. അപ്പോൾ √2 വലത്തെ സൈഡിലും ഉണ്ട്, √2 ഇടത്തെ സൈഡിലും ഉണ്ട്. √2ന് ചേർന്ന് കിടക്കുന്ന ബി, ഇവിടെ √2ന് ചേർന്ന് കിടക്കുന്ന 197/8. അപ്പോൾ ചെയ്യാൻ നേരം 197ൻ്റെ പകുതി 98.5. അതായത് ഓപ്ഷൻ 3 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. കേട്ടോ? എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ടിപ്പിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളിലൊന്ന് ലാഡർ ഫംഗ്ഷൻ ചെയ്യേണ്ട, സാധാ രീതി ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. അതുകൊണ്ട് കാരണം എനിക്ക് ഫ്ലോ ഇഷ്ടമാണ് കുറച്ചുകൂടെ ചെയ്യാനായിട്ട്. നോക്കിയേ, 45/53
ഈസിക്കൽ ടു 1 ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അത് 1 അല്ലേ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ രണ്ട് സൈഡിലും 1 എടുക്കുവാണെങ്കിൽ നമുക്ക് C+2/5 വാല്യൂ പതിയെ കിട്ടിത്തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം വന്ന് എന്ത് ചെയ്യും, ആദ്യം 40/53 നമുക്ക് എങ്ങനെ എഴുതാം, 1 അതായത് ഈ ഇടത്തെ സൈഡിൽ കിടക്കുന്ന ഫോർമാറ്റിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ABC കിടക്കുന്ന വാല്യൂസിൻ്റെ അവിടെ ഏത് നമ്പറാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 40/53 നമുക്ക് 1/53/45 എന്ന് എഴുതാം അല്ലേ. 53/45 നമുക്ക് 1+8/45 എന്ന് എഴുതാം. ഇനി 45/8 നമ്മൾ റെസിപ്രോക്കൽ എടുക്കും, അതായത് 8/45 റെസിപ്രോക്കൽ എടുക്കുന്നു. 45/8 അതായത് ഇതിനെ എങ്ങനെ എഴുതാം, 5 + 5/8 എന്ന് എഴുതിക്കൂടെ. അപ്പം 1 + 1/5 + 5/8 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ 5/8 നമുക്ക് എങ്ങനെ എഴുതാം, 1/5 + 5/8 അല്ലേ. 5/8 നമുക്ക് 5/8 റെസിപ്രോക്കൽ 8/5 അതായത് 2 - 2/5 അല്ലേ. 5 × 2 10 - 2 8, 8/5 നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 2 - 2/5 എന്ന് നമുക്ക് 5/8 റെസിപ്രോക്കലിനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ ലാസ്റ്റ് 1/1 + 5 ആൻഡ് 1/1 + 1/5 + 1/2 - 2/5 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. നോക്കിയേ, ഈ സെയിം ഫോർമാറ്റിൽ കിട്ടിയില്ലേ, 1/b + 1/c + 2/5. ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്, സോറി ഇവിടെ മൈനസ് ആണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എൻ്റെ വാല്യൂ, എൻ്റെ സ്ഥാനത്ത് എന്തോ കിടക്കുന്നത് 1, ബിൻ്റെ സ്ഥാനത്ത് 5, സിൻ്റെ സ്ഥാനത്ത് 2 കിട്ടിയല്ലോ. അപ്പോൾ 4a - b + 3c എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 4a 4 × 1 4 -5 × 5 -1 + 3 × 2 6 -1 + 6 5 ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ലാഡർ ഫംഗ്ഷൻ ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമേ അല്ല. കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞു, ബേസിക് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം മെറ്റീരിയൽ സർക്കിളിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ ഏകദേശം ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് സ്പീഡ് കൂട്ടാനാണ് നമ്മൾ ബേസിക്കലി സ്പീഡ് മോക്ക് ചെയ്യുന്നത്. എപ്പോഴും അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അതായിരിക്കും. അപ്പോൾ പുതിയ മെത്തേഡ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ ഇങ്ങനെ സാധാരണഗതി ചെയ്യുന്നത്, വേറെ ലാഡറിൻ്റെ ട്രിക്ക് ഞാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ അറിഞ്ഞു വെക്കണം മസ്റ്റായിട്ടും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ പറയുന്നു, ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ബേസിക് പഠിച്ചിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് സ്പീഡ് മോക്കിൻ്റെ. ഒപ്പം ഞാൻ പറയാൻ നേരം പുതിയ മെത്തേഡ് കിട്ടുന്നെങ്കിൽ അതും പഠിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പിൽ പുതിയതായിട്ട് ചെയ്യുന്നത് കണ്ടാണെങ്കിൽ നിങ്ങൾ പഴയ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് മെത്തേഡും തഴപ്പിക്കാനായിട്ട് പറ്റും. അപ്പം ഷോർട്ട് കട്ട് പഠിക്കുക, കൺസെപ്റ്റ് ഉറപ്പിക്കുക, ആൻഡ് ഓവറോൾ സ്പീഡ് കൂട്ടുക. ഓക്കെ, സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം അതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് കംപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബേസിക്സ് ഞാൻ പറഞ്ഞു, പല ഫാക്കൽറ്റിയുടെ വീഡിയോ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി വാച്ച് ചെയ്യുക, ബേസിക്സ് ഉറപ്പിക്കുക. ഇൻ കേസ് നമുക്കിവിടെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഓഫ്ലൈനായിട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. ഓൺലൈനായിട്ട് ചിലവർക്ക് വീട്ടിൽ നിന്ന് മാറിയേക്കാൻ പറ്റാത്തവരാണോ, അങ്ങനെയുള്ളവർ ഓഫ്ലൈൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണലൊക്കെ ഓൺലൈൻ ആയിരിക്കും നല്ലത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് തരും, ഓൺലൈനാണ്, റെക്കോർഡഡ് ആയിരിക്കും. പിന്നെ സർക്കിൾ സെഷൻ, അതായത് വർക്കൗട്ട് സെഷൻ ആയിരിക്കും. മെൻറ്റേഴ്സ്, ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ടൊക്കെ കാണും കേട്ടോ. പിന്നെ എക്സ്ട്രീം സർക്കിളിലും സൂപ്പർ ബാച്ചിലും ഇതിൻ്റെ ഫർദർ ഹൈ ലെവൽസ് ആയിരിക്കും. റിയൽ ഇൻറ്റൻസി പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഓഫ് സീസൺ സമയത്തൊക്കെയാണ്, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാത്ത സമയത്താണ് നിങ്ങൾ ഉഴപ്പിപ്പോവും. അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റിയൽ ഇൻറ്റൻസി പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. ബാങ്ക് എക്സാംസിൻ്റെ PO അല്ലെങ്കിൽ PO എക്സാംസിൻ്റെ ബാങ്ക് എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അതിൻ്റെ ഒരു മോക്ക് സെഷനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനുകാർക്കാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. മറിച്ച് ഓൺലൈൻകാരാണെങ്കിൽ ഇതിലും കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.